ഹേയ്, അപ്പോൾ ഇന്നത്തെ ഗെയിം എന്ന് പറയുമ്പം ഏകദേശം റോബറി ബോബ് കണക്കത്തെ ഒരു ഗെയിമാന്ന് വരുന്നത്. അതായത് സംഭവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യും, എന്നിട്ട് ബാക്കി എതിരായിട്ടുള്ള ടീമിനെ കൊല്ലും. രണ്ടാമതെന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഞാൻ ആ ഗെയിമിനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മോഡൽ ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നിട്ട് പോലെ അതിൽ പോലീസ് വരുമ്പോൾ നടക്കെ ഇതിൽ ഓർഡറല്ല, ഇതിൽ ഗണ്ണെടുത്തിട്ട് പോകും, എന്നിട്ട് ഓരോരാളെ കൊല്ലലാന്ന് ഇത് പണി. അപ്പോൾ ഇതിൻ്റെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറെ കിട്ടും. ഓരോ ക്യാരക്ടറിന് ഓരോ പവറാണ്. പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ പവറല്ല, ഓരോ ക്യാരക്ടറിന് ഓരോ ഗണ്ണാണ്. ഒരു ക്യാരക്ടറിന് സ്നൈപ്പർ ഉണ്ടാവും, ഒരു ക്യാരക്ടറിന് സ്പ്രേ ഗണ്ണ് ഉണ്ടാവും, അങ്ങനെ ഓരോ ഗണ്ണും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതിൽ നമുക്ക് ഗണ്ണ് തരുന്ന സമയത്ത് ആദ്യം കുറച്ച് ബുള്ളറ്റ് വരും, പിന്നെ നമുക്ക് പോയിട്ട് ബുള്ളറ്റ് എടുക്കണം, റീലോഡ് ആക്കണം, അതെല്ലാം ഗെയിം പ്ലേയിൽ ഉണ്ടാവും. പിന്നെ ഇതിൽ വരുന്നതാണ് സോൺ. അതായത് കളി കുറേ നേരം നമുക്ക് കളിക്കാൻ പറ്റില്ല. നമ്മൾ രണ്ടാമത് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നിച്ച് ടീമായിട്ട് മൂന്നാളെ തരും. നമ്മളൊരു മൂന്നാളിലൊരു ടീം, അവരൊരു മൂന്നാളിലെ ടീം, ഇങ്ങനെ വരും. അപ്പോൾ കളി കുറച്ചും കൂടി ടൈം കഴിയുന്നതിനനുസരിച്ച് സോൺ വന്ന് ചെറുതായി വരും. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു സ്ഥലത്തിൻ്റെ ഉള്ളിലാവും. അങ്ങനെ കളി എന്തായാലും തീരും വേഗം. അപ്പോൾ അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഈ ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾ ഡൗൺലോഡ് ആക്കാം. നമുക്ക് വീഡിയോയിലേക്ക് വരാം. നെക്സ്റ്റ് കളിക്കാൻ പോകുന്നത് കിങ് ഓഫ് ദ ഹില്ലാണ്. അപ്പം ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കളിക്കുന്നതിനനുസരിച്ച് അൺലോക്ക് ആയിട്ട് വരും. ഇതിലെന്ന് പറയുമ്പം നമ്മൾ ഒറ്റക്കായിരിക്കും. ഇതിൽ നമ്മൾ മാത്രമായിരിക്കില്ല, എതിരെ ഇപ്പം ഫസ്റ്റ് കളിക്കുമ്പോൾ നമുക്ക് ഒരാളെ തരും, എതിരെ ഒരാളായിട്ട്, അതായത് പ്ലെയർ തന്നെയാണ്. പിന്നെ നമുക്ക് ഓരോരോ കളി ഇത് കഴിയുന്നതിനനുസരിച്ച് ആൾക്കാരെ കൂടുതൽ തരും. പക്ഷേ എല്ലാ ആൾക്കാരും സോളോ ആണ്, അങ്ങനെ ടീമായിട്ടില്ല, എല്ലാം സോളോ ആയിട്ട് വരും. അങ്ങനെ ഇല്ലൊരു ഫൈറ്റാണിത്. ഇതിലൊരു മഞ്ഞ സാധനം, ഓറഞ്ച് സാധനം കണ്ട സൈഡിലേ വരുന്നത് ചെറുതായി വരുന്നത്, ഇതാണ് സോൺ തീർന്നു കഴിഞ്ഞാൽ അവിടെ തീരും. അപ്പോൾ അതിന് മുമ്പേ ആയിട്ട് തീർത്തോളാം. ഇതിൽ നമുക്ക് ടീംമേറ്റിനെ റിവൈവ് ചെയ്യാൻ പറ്റും. ഈ സംഭവമാണ് റിവൈവിങ്. കാരണം നേരത്തെ ചെയ്യാൻ തുടങ്ങി, ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഒരാൾ ചെയ്താൽ മതി. രണ്ടാൾ ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ വർക്കാവും. അത് അവരെന്തെങ്കിലും ബഗ് എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ ഇങ്ങനെ റിവൈവ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ ഒരുത്തനെ അടിച്ചിട്ട് മറ്റവനെ കൊല്ലാണ്ട് റിവൈവ് എടുക്കാൻ പറ്റില്ല. ഇവൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്തുനിന്ന് മാത്രമേ വെടിവെച്ചാൽ കൊള്ളൂ, ദൂരത്തുനിന്ന് കൊള്ളൂല. അപ്പം അങ്ങനെയില്ലാന്ന്, അതാണ് ഓരോരാളുടെ ഗണ്ണിനും ഓരോരോ വ്യത്യസ്തമായ കളികൾ. അപ്പോൾ ഗെയിമിൽ കണ്ട പോലെ ഗെയിം ഇരുട്ടായിരിക്കും. ഇരുട്ടത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ആളെ കാണൂല, ആളെ ഫൂട്ട് കാണിക്കും ചെറിയ രീതിയിൽ. അപ്പോൾ അവർക്കും അതേപോലെ ആയിരിക്കും, നമുക്കും അതേപോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അടിക്കേണ്ടതാണ്. അപ്പം ഗണ്ണെല്ലാം നോക്കിയിട്ട് ഏത് ഗണ്ണ് നല്ലതില്ല എന്ന് വെച്ചിട്ട് ഓരോരോ പ്ലെയർ എടുത്ത് കളിക്കുക. പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് അവരെ കൂട്ടാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.